മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇന്ന് ബി.ജെ.പിയിൽ ചേർന്നേക്കും. എ.കെ. ആന്റണിയുടെ മകനായ അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരന്റെ മകളും ബി.ജെ.പി പാളയത്തിലേക്ക് ചേക്കേറുന്നതിന്റെ ഞെട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. പത്മജയെ അനുനയിപ്പിക്കാനായി കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടു. ഇനിയൊരു പിന്മാറ്റം ഇല്ലെന്നാണ് പത്മജയുടെ നിലപാട്. നിലവിൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പത്മജ. തൃശൂരിൽ ഡി.സി.സി പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച ആദ്യ വനിതയും ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം, തഴപ്പായ എംപ്ലോയീസ് യൂണിയൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു. ഇന്ന് വൈകിട്ട് 5-ന് ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുമെന്നും പത്മജ വ്യക്തമാക്കി. ഒരു പാർട്ടിക്ക് ഏറ്റവും പ്രധാനം ഒരു നല്ല നേതാവാണ്. അത്തരത്തിലുള്ള നേതൃത്വമാണ് ഞാൻ മോദിയിൽ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ബി.ജെ.പിയിൽ ചേരാൻ തീരുമാനിച്ചത്. പാർട്ടിയിൽ നിന്ന് നേരിട്ടതെല്ലാം കടുത്ത അവഗണനകളായിരുന്നു. ഇതെനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിലും സജീവമായില്ല. ഇല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയവും ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നും പത്മജ പറഞ്ഞു. ചാലക്കുടിയിലോ എറണാകുളത്തോ പത്മജ മത്സരിക്കാൻ സാധ്യതയേറെയാണ്. ചാലക്കുടിയിൽ നിലവിലെ സീറ്റ് ബി.ഡി.ജെ.എസിനുള്ളതാണ്. ഇവിടെ പത്മജ മത്സരിക്കുകയാണെങ്കിൽ ബി.ഡി.ജെ.എസിന് എറണാകുളത്ത് സീറ്റ് നൽകുമെന്നാണ് സൂചന. എന്നാൽ മത്സരിക്കുന്നതിനോട് താല്പര്യമില്ലെന്നാണ് പത്മജ പരസ്യമായി പറയുന്നത്. എന്നാൽ നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിച്ചേക്കും എന്നും പറയുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിൽ അർഹമായ പരിഗണന ബി.ജെ.പി കേന്ദ്ര നേതൃത്വം പത്മജയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തൃശൂരിൽ ബി.ജെ.പിക്കായി പത്മജ പ്രചരണത്തിൽ നിറയുമെന്നും ഉറപ്പാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി തൃശൂരിൽ മത്സരിച്ചത് പത്മജയാണ്. സുരേഷ് ഗോപി ആയിരുന്നു അപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥി. അന്ന് തൃശൂരിൽ ജയിച്ചത് CPI-യും. അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വടകര. അവിടെ കരുണാകരന്റെ മകൻ കെ മുരളീധരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPM കെ ശൈലജയെ നിർത്തി വടകരയിൽ പോരാട്ടം കടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പത്മജയുടെ ബി.ജെ.പിയിലേക്കുള്ള മാറ്റം ചേട്ടന്റെ ജയസാധ്യതകളെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ട്. അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ലെന്നാണ് പത്മജയുടെ ചേട്ടനായ കെ മുരളീധരൻ പ്രതികരിച്ചത്. ഇനി അനുജത്തിയുമായി ഒരു ബന്ധവുമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെ പരിഹസിക്കുകയായിരുന്നു പത്മജ. ഇപ്പോൾ പറയുന്നത് മുരളിയേട്ടൻ പിന്നീട് തിരുത്തും. അച്ഛൻ ജീവിച്ചിരിക്കും വരെ താൻ അച്ഛനെ വേദനിപ്പിച്ചിട്ടില്ല. CPM ആയിരുന്നു അച്ഛന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളി. ആ CPM-മായി പോലും പിന്നീട് അച്ഛൻ സഹകരിച്ചു. രാഷ്ട്രീയത്തിൽ അച്ഛൻ അപമാനിക്കപ്പെട്ടപ്പോഴായിരുന്നു ഇത്. കെ മുരളീധരന്റെ വാദങ്ങളെല്ലാം പത്മജ തള്ളി. എ.കെ. ആന്റണിയുടെ മകനായ അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരന്റെ മകളും ബി.ജെ.പിയിലേക്ക് പോകുന്നത് കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്.